ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. എല്ലാ ഓർഗനൈസേഷൻസിലും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെഡ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷനിൽ വലിയൊരു റോളാണ് വഹിക്കുന്നത്. കാരണം ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിനും എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിലെല്ലാം ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഫങ്ഷൻസിലേക്ക് കിടക്കാം. ഫങ്ഷൻസിലേക്ക് കിടക്കുമ്പോൾ മെയിനായിട്ടും 3 ഫങ്ഷൻസ് ആണുള്ളത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് മെയിനായിട്ടുള്ള 3 ഫങ്ഷൻസ് ആണ്. അതിനകത്ത് വരുന്ന ഒന്നാമത്തെയാണ് മാനേജീരിയൽ ഫങ്ഷൻസ്, രണ്ടാമത്തത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്, മൂന്നാമത്തത് അഡ്വൈസറി ഫങ്ഷൻസ് ആണ്. ഏറ്റവും ആദ്യം വരുന്നത് മാനേജീരിയൽ ഫങ്ഷൻസ് ആണ്. മാനേജീരിയൽ ഫങ്ഷൻസിനകത്ത് 4 എണ്ണമാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ നമുക്ക് നോക്കാം. പ്ലാനിങ് ആണ് ഏറ്റവും ആദ്യം വരുന്നത്. പ്ലാനിങ്ങിനെ പറ്റി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്ലാനിങ് ഈസ് എ ഡിറ്റർമിനേഷൻ ഇൻ അഡ്വാൻസ് അബൌട്ട് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ദ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിറ്റർമൈൻ ചെയ്ത് വെക്കുകയാണ് എന്താണ് ഒരു കാര്യം, അതായത് ഫ്യൂച്ചറിൽ ചെയ്യാനുള്ള ഒരു കാര്യത്തിനെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നു, അതാണ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പം എന്തൊക്കെ പേഴ്സണൽ പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്ത് വെക്കേണ്ടത്, ഒരു ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പേഴ്സണൽ പ്രോഗ്രാംസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനകത്ത് പ്ലാനിങ്ങിന് വരുന്ന ഇമ്പോർട്ടൻസ്. അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ്ങിനകത്ത് വരുന്നത് ഒരു ഡിസൈനും അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് പേഴ്സണൽസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് പൊസിഷൻസ് ഉണ്ടാവും, ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പം ഇവരുടെ എല്ലാം പേഴ്സണൽ ആക്ടിവിറ്റീസിനെ ഒരു ഓർഡറിൽ മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഓർഡറിൽ ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അത് പൊസിഷൻസിനനുസരിച്ച് ഓരോരുത്തരുടെയും പേഴ്സണൽ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓരോ ഇൻഡിവിജ്വൽസിനായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ് വരുന്നത്. അതായത് ഓരോ ആൾക്കാർക്കും അസൈൻ ചെയ്ത് കൊടുത്ത ടാസ്കിനനുസരിച്ച് അവർക്ക് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കിനെയും കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിനെല്ലാം കോപ്പറേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓർഗനൈസേഷണൽ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഓർഗനൈസിങ്. അടുത്തത് വരുന്ന എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗ് ആണ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ഗൈഡ് ആൻഡ് മോട്ടിവേറ്റ് ദ പീപ്പിൾ ടു അക്കംപ്ലിഷ് ദ പേഴ്സണൽ പ്രോഗ്രാംസ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്താലും ഓർഗനൈസ് ചെയ്താലും ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പേഴ്സണൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലുള്ള ഒരു എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുകയാണ്, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയാണ്, അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്നതാണ് ഡയറക്റ്റിങ്. അതിനകത്ത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കരിയർ പ്ലാനിങ്, സാലറി അഡ്മിനിസ്ട്രേഷൻ, എൻഷുറിങ് കോഡിയർ റിലേഷൻഷിപ്സ്, ഇതൊക്കെ എൻഷുർ ചെയ്യുന്നത് വഴി അവരെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഓർഗനൈസേഷണൽ ഗോൾസിന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഡയറക്റ്റിങ്. അടുത്തതായിട്ട് വരുന്ന കൺട്രോളിംഗ് ആണ്. ഇതാണ് ലാസ്റ്റ് വരുന്നത്. മാനേജീരിയൽ ഫങ്ഷൻസിലെ ഏറ്റവും അവസാനം വരുന്നത് കൺട്രോളിംഗ് ആണ്. അതായത് കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ച പ്ലാൻ ഉണ്ടല്ലോ, ആ പ്ലാൻ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു സ്റ്റെപ്പാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ സെറ്റ് സ്റ്റാൻഡേർഡിനനുസരിച്ചാണോ നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടുകൾ വന്നിരിക്കുന്നതെന്നുള്ള ചെക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഒബ്സർവേഷൻ ആൻഡ് കമ്പാരിസൺ ഓഫ് റിസൾട്ട് വിത്ത് ദ സ്റ്റാൻഡേർഡ്സ് ആൻഡ് കറക്ഷൻ ഓഫ് ഡീവിയേഷൻസ് ദാറ്റ് മേ ഒക്കർ. അതായത് എന്തെങ്കിലും നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡും നമ്മുടെ ആ റിസൾട്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് അതിനകത്തുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കറക്റ്റ് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷണൽ ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതാണ് അതിനകത്ത് മെയിനായിട്ടും വരുന്ന പെർഫോമൻസ് അപ്രൈസലും ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് പേഴ്സണൽ റെക്കോർഡ്സും ഒക്കെയാണ്. എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പെർഫോമൻസ് അപ്രൈസലൊക്കെ നമുക്ക് ലേറ്റർ ഓൺ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം.
അപ്പം ഇതിനകത്ത് ഇത് കഴിഞ്ഞിരിക്കുകയാണ്, മാനേജറിയൽ ഫങ്ഷൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് വരുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്, ഇങ്ങനെ 4 കാര്യങ്ങളാണ്. ഇനി അടുത്തത് വരുന്നത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആണ്. ഓപ്പറേറ്റീവ് ഫങ്ഷൻസിനകത്ത് ഒരു 8 പോയിൻ്റാണുള്ളത്. ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് എംപ്ലോയ്മെൻ്റ് ആണ്. എംപ്ലോയ്മെൻറ്റ് മീൻസ് റിക്രൂട്ട്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, അതൊക്കെയാണ്. അതായത് ഒരു ഓർഗനൈസേഷനിലേക്ക് ആവശ്യമുള്ള ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ആവശ്യമുള്ള സ്റ്റാഫിനെ എടുക്കുക എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓർഗനൈസേഷനിലേക്ക് ഉള്ള വേക്കൻസീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അടുത്തതെന്ന് പറയുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് അറിയാവുന്ന കാര്യവും അറിയേണ്ട കാര്യം, അതായത് ഡിസൈഡ് നോളജ് ഉണ്ടാവും, അറിയാവുന്ന എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ടാവും, അത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്നതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എനിക്കിപ്പോൾ ഞാനൊരു പുതിയതായിട്ടൊരു ജോലിയിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യവും എനിക്കറിയില്ലാത്ത, അതായത് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണോ അത് എന്നെ പഠിപ്പിച്ച് തരുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്ത് ഞാനൊരു നല്ല എംപ്ലോയി ആയിട്ട് മാറുന്നു. അപ്പോൾ അതിനെയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കേണ്ട ഓരോ എംപ്ലോയീസിനും, ഈച്ച് ആൻഡ് എവരി എംപ്ലോയീസിനും ട്രെയിനിങ് കൊടുക്കേണ്ടതും അവർക്ക് സ്കിൽസ് ഇമ്പാർട്ട് ചെയ്യേണ്ടതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫങ്ഷനാണ്. അപ്പം അങ്ങനെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കുന്നു അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതെന്ന് പറയുന്നത് റെമ്യൂണറേഷനാണ്. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് വേജസ്, സാലറീസ് ഒക്കെ കൊടുക്കുന്നതാണ്. ഇതിനകത്ത് വരുന്നത് അഡിക്വേറ്റ് ആയിട്ടുള്ള വേജസ് എംപ്ലോയീസിന് കൊടുത്താൽ മാത്രമാണ് അവർ നല്ല രീതിയിൽ ഓർഗനൈസേഷണൽ ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ. ഇതിനകത്ത് ഇവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 2 ഫാക്ടേഴ്സാണുള്ളത്, മോണിറ്ററി റിവാർഡ്സ് ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ് ആണ്. മോണിറ്ററി റിവാർഡ്സിനകത്ത് മെയിനായിട്ടും പറയുന്നത് ക്യാഷ് റിവാർഡ്സ്, ബോണസ്, കമ്മീഷൻ, അതൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയൊക്കെയാണ് മോണിറ്ററി റിവാർഡ്സ് കൊടുക്കുന്നത്. നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിങ്സ്, അവർക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നു, വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതൊക്കെയാണ് വരുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. അതായത് എംപ്ലോയീസിന് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻസ്, സഫീഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. എത്ര ട്രെയിനിങ് കൊടുത്തു എന്ന് പറഞ്ഞാലും എത്ര കോമ്പൻസേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാലും എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ആ വർക്ക് പ്ലേസിനോട് ഒരു ഇഷ്ടം തോന്നുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് അവരുടെ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് മോട്ടിവേഷനാണ്. മോട്ടിവേഷനകത്ത് വരുന്നത് എംപ്ലോയീസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് മോട്ടിവേഷൻ കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കൂടി ഒരു ചുമതലയാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എംപ്ലോയീസിന് എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, അവരുടെ മോട്ടിവേഷണൽ ലെവൽ എങ്ങനെയാണ് എന്നൊക്കെ നോക്കി ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവർ അഡിക്വേറ്റ്ലി മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ഒരിക്കലും ഓർഗനൈസേഷണൽ ഗോൾസിന് വേണ്ടിയിട്ട് ഇവർ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഫംഗ്ഷൻ, മോട്ടിവേഷണൽ ഫംഗ്ഷൻ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ്. അടുത്ത പേഴ്സണൽ റെക്കോർഡ്സ് ആണ്. പേഴ്സണൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഒരു എൻ്റർപ്രൈസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിൻ്റെയും റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനകത്ത് മെയിനായിട്ടും വരുന്ന കാര്യങ്ങൾ അവരുടെ ട്രെയിനിങ്, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, എംപ്ലോയീസിൻ്റെ പ്രൊമോഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ വേറെ പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ആബ്സെൻറ്റീനിസം ആൻഡ് ലേബർ ടേൺ ഓവർ. ആബ്സെൻറ്റീനിസം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ആബ്സെൻ്റ് ആവുന്നു, വർക്ക് ചെയ്യാൻ വരാതിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ പിരിഞ്ഞുപോക്കാണ്. അതായത് ഡിസ്മിസൽ അല്ലെങ്കിൽ റെസിഗ്നേഷനൊക്കെ വഴി എംപ്ലോയീസ് പിരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ള പിരിഞ്ഞുപോക്കുകൾ വഴിയൊക്കെ ഉണ്ടാകുന്ന അങ്ങനെയുള്ള എല്ലാ റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അടുത്തത് വരുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോൾ മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ അതിനെയൊക്കെ മാനേജ് ചെയ്യുന്നതും അത് കറക്റ്റ് ചെയ്യുന്നതും ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് എല്ലാ ലേബേഴ്സിനെ കുറിച്ചും മാനേജ്മെൻറ്റിനെ കുറിച്ചും ലേബർ പ്രോബ്ലംസിനെ കുറിച്ചും അറിയാമെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഇതിനെപ്പറ്റിയൊക്കെ ബോധവാനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് ഒരു റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ.
അടുത്തതെന്ന് പറയുന്ന അടുത്ത ഫംഗ്ഷൻ സെപ്പറേഷനാണ്. അതായത് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ റിട്ടയർമെൻറ്റ്, ഒരാളൊരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്നത് മാത്രമല്ല അയാളുടെ റിട്ടയർമെൻറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനകത്ത് വരുന്നത് ഇവരുടെ റിട്ടയർമെൻറ്റിൻ്റെ സമയമാകുമ്പോൾ ഇവരുടെ റിലീസ് ഓഫ് ദ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇവർക്ക് റിട്ടയർ ചെയ്യാൻ നേരത്തെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണോ കിട്ടേണ്ടത് അതൊക്കെ കൊടുക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അടുത്ത വരുന്ന ഫങ്ഷൻസാണ് അഡ്വൈസറി ഫങ്ഷൻസ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നതിൽ ഒരു സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ ഉണ്ടാവും. അതായത് നല്ലൊരു അവർ ആ ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തവരായിരിക്കും. അപ്പോൾ ഇവർക്ക് ഹ്യൂമൻ റിസോഴ്സിനെ റിഗാർഡിങ് ഹ്യൂമൻ റിസോഴ്സസ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇവർക്ക് ടോപ്പ് മാനേജ്മെൻറ്റിന് അഡ്വൈസ് അതിനെപ്പറ്റി കൊടുക്കാനായിട്ട് പറ്റും. അതായത് പേഴ്സണൽ പ്രോഗ്രാംസിൻ്റെ ഇവാലുവേഷൻ, അതിൻ്റെ ഫോർമുലേഷൻ, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ ഇവർക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് അതിന് ആ കാര്യങ്ങളെ പറ്റിയൊക്കെ ടോപ്പ് മാനേജ്മെൻറ്റിന് അഡ്വൈസ് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗുഡ് ഹ്യൂമൻ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള, അതായത് എംപ്ലോയീസിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയീസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ എംപ്ലോയീസിന് ടോപ്പ് മാനേജ്മെൻറ്റിന് ഇവരെ പറ്റി എംപ്ലോയീസിനെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറായിരിക്കും. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിന് അഡ്വൈസ് കൊടുക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ്. അതായത് അവർക്ക് ഇവരെ ഹ്യൂമൻ റിസോഴ്സ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. അവിടെ എന്തോരം പേരെ വേണം, എത്ര ആളുകളെ അവിടെ എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സാണ്. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും അഡ്വൈസും ഒക്കെ അഡ്വൈസ് കൊടുക്കുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇതിനകത്ത് മെയിനായിട്ട് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനകത്ത് നോക്കാനുള്ളത് 3 കാര്യങ്ങളാണ്, 3 ഫങ്ഷൻസാണ്: മാനേജീരിയൽ, ഓപ്പറേറ്റീവ്, അഡ്വൈസറി. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഇന്നത്തെ ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.